KT ജലീലിന്റെ ഒരു കമന്റാണ്. സർക്കാർ ടൗൺഷിപ്പിൽ ഒരുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കും. ലീഗിന്റെ കള്ളക്കളി പൊളിക്കും. സർക്കാർ 200 വീടുകൾ കൊടുക്കുമ്പോൾ ലീഗ് എത്ര വീടുകൾ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. വൈദ്യുതി, പൈപ്പ് ലൈൻ, ഗ്രൗണ്ട്, കല്യാണ മണ്ഡപം, കോളനിക്കുള്ളിലെ ടാറിട്ട റോഡുകൾ, കോളനി എന്നൊക്കെ വിളിക്കുന്നത്, ആശുപത്രി, അംഗൻവാടി, ഇതെല്ലാം ലീഗ് ഒരുക്കി കൊടുക്കണം. ലീഗിന്റെ നേതാക്കളെ വിശ്വസിച്ച് ഒരു കൂട്ടം തെറ്റിപ്പോന്ന 100 കുടുംബങ്ങളെ പറ്റിക്കാൻ അനുവദിക്കില്ല. ഇതാണ് അവിടുത്തെ മേൽനോട്ടക്കാരനായിട്ട് KT ജലീലിനെ പാർട്ടി നിയമിച്ചിട്ടുണ്ടോ? KT ജലീൽ ഒരു തമാശക്കാരനാണ്. കാരണം അത്യാവശ്യം തമാശ ഭാഷയുള്ളവർക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഇതിലൊരു സാമാന്യ ബുദ്ധി, ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് CPM ചെയ്യുന്ന പണിയാണ്. അതായത് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് CPM ആണ്. CPM വേഴ്സസ് ലീഗ് എന്ന് പോലെ സർക്കാരാണ് അവിടെ ചെയ്യുന്നത്. സർക്കാർ അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയല്ല. അതുകൊണ്ടാണ് തുടക്കം മുതലേ മുസ്ലിം ലീഗ് സർക്കാരിനോട് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ദൗർഭാഗ്യവശാൽ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിക്കൊണ്ടിരുന്നപ്പോഴാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ഇവിടെ സർക്കാർ ഈ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച കണക്ക് അത് പറയണം, അപ്പോഴേ ഇതിന്റെ തമാശ മനസ്സിലാവുള്ളൂ. അതായത് 773.98 കോടി അവിടെ നിർത്തുന്നില്ല. അതായത് ഇത് കേരള സർക്കാർ പിരിച്ച പൈസ, അതായത് ഈ ഫണ്ടിന് വേണ്ടി മാത്രം. ഇനി കേന്ദ്ര സർക്കാർ 260 കോടി, ഇനി കേന്ദ്ര സർക്കാർ 526 കോടി വായ്പയായിട്ടും കൊടുക്കാൻ റെഡിയാണ്, തിരിച്ചടച്ചാൽ മതി. അതായത് 1000-ലധികം കോടി രൂപ, ശ്രദ്ധിക്കണേ, 1000-ലധികം കോടി രൂപ കൈവശം വെച്ചിട്ട് 38 കോടി രൂപ പിരിച്ച ഒരു കേരളത്തിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഇതിന് വലിയ തമാശ എന്താ? അല്ല, ഇവര് ഇതിനു മുമ്പ് ഉണ്ടാക്കിയൊരു ടൗൺഷിപ്പ് ഫിസിക്കലി നേരിട്ട് പോയി കണ്ട ആളാണ് ഞാൻ. പുത്തുമല ഉരുൾപൊട്ടലെ ദുരിതബാധിതർക്ക് വെച്ചുകൊടുത്ത് തന്നെ യൂത്ത് ലീഗിന്റെ ഒരു സംഘം അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അതിന്റെ മീഡിയ ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് കണ്ടതാണ് എന്താണ് ടൗൺഷിപ്പ്. കംപ്ലീറ്റ് ചോർന്നൊലിക്കുക, കുറെ ഓടിട്ട് കൊടുത്തിക്കണ്, അതില് താർപ്പായി വിരിച്ചിരിക്കുക മുകളില്. അതില് ജലീൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അംഗൻവാടികള്, നമ്മളവിടെ മൊത്തം തിരിഞ്ഞിട്ട് ഒരു അംഗൻവാടി ഒന്നും കണ്ടില്ല. അവിടെ ഒരു ഇതില്ല. ലീഗിന്റെ വീടുകൾ ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം, വളരെ കൃത്യമായിട്ട് ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കുക. ഈ സർക്കാരിന്റെ വീടുകൾ ഹോളോ ബ്രിക്സ് ആണ്. അതായത് അതിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, പിടുത്തുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി, ആ പാർട്ടി ഒരു ക്രൗഡ് ഫണ്ടിങ് പ്രഖ്യാപിക്കുന്നു. മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്യുന്നു. പാർട്ടി ഈ ടൗൺഷിപ്പ് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗമായിട്ട് ചെയ്യാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ സ്വന്തമായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നു. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി ആദ്യം തുടക്കത്തിൽ. അതായത് തോട്ടം ഭൂമിയാണ്, അതായത് നിയമപരമായിട്ട് എങ്ങനെയൊക്കെ ഇത് മുടക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമത്തിലേക്ക് ഗവൺമെന്റ് പോയി. അതോടൊപ്പം തന്നെ പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതായത് KT ജലീലിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് മുസ്ലിം ലീഗ് വീട് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, അതിപ്പോഴും നിലനിൽക്കുക. അവിടെയാണ് മുസ്ലിം ലീഗ് കല്യാണ മണ്ഡപം ഉണ്ടാക്കി കൊടുക്കണം. കല്യാണ മണ്ഡപം ഇനിയിപ്പോ ജലീലിന്റെ ആവശ്യം അതാണ്. വീട് റെഡിയായി, വീട് പുള്ളി പാസ് ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ടാവും. കാരണം അത് മെയിൻ റോഡിലാണ്, മേപ്പാടിയിലോട്ട് പോകുന്ന മെയിൻ റോഡിൽ. ജലീൽ അവിടെ വണ്ടി സൈഡാക്കി നോക്കിയിട്ടുണ്ടാവും. നോക്കിയാൽ ഇങ്ങനെ ഒരു ഹൈറ്റുള്ള സ്പേസാണ്, ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്പേസ് ആണ്. നല്ല വീതിയുള്ള റോഡൊക്കെയാണ് ഇപ്പോൾ റെഡി ആവുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഒരു അസൂയയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അതായത് അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ വീടുകൾ ഉണ്ടാക്കി. അതായത് മുസ്ലിം ലീഗിനെ പോലെ തന്നെ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സന്നദ്ധ സംഘടനകളുടെ വീട്ടിലേക്ക് പോയ എത്രയോ ആളുകളുണ്ട്. ഇവരോടൊന്നും ഒരു വിരോധവും ആർക്കില്ല, ഗവൺമെന്റിനില്ല. അതായത് അവർക്കെതിരെ ജലീലോ അതല്ലെങ്കിൽ പിണറായിയോ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗിനോട് മാത്രം എന്താണ് പ്രശ്നം? അത് വളരെ കൃത്യമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഈ ടൗൺഷിപ്പ് പൊന്തിയാൽ അത് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിന് വേറൊരു റീസൺ കൂടി ഉണ്ട്. ഈ 105 പേര് സർക്കാരിന്റെ വീട് വേണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് പോന്നു, മുസ്ലിം ലീഗിനെ ട്രസ്റ്റ് ചെയ്ത് പോന്നു. അതും ഭയങ്കര അരിശുണ്ടാക്കിയിട്ടുണ്ട്. അത് പൊളിക്കാൻ വേണ്ടി ഒരുപാട് നോക്കി. പക്ഷെ ഇവര് നമ്മൾ അന്ന് എടുത്ത ബൈറ്റൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്. ആരും എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ പേടിയില്ല എന്നൊക്കെ അന്ന് ബൈറ്റ് എടുത്തത് ഞാനായിരുന്നു, എനിക്ക് ഓർമ്മ. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 50-ലധികം വീടുകൾ ഫെബ്രുവരിയോടുകൂടെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്, ആദ്യഘട്ടം എന്നുള്ളതാണ്. നമ്മൾ വൈകി തുടങ്ങിയതാണ്, അതുകൂടെ ഇതിൽ മനസ്സിലാക്കണം. അപ്പോൾ മുസ്ലിം ലീഗിന്റെ വീടുകൾ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ സ്ഥലത്തിന് പ്രശ്നമില്ല, അതല്ലെങ്കിൽ മറ്റു നിയമക്കുരുക്കുകളൊന്നും ഇല്ലാത്ത ഗവൺമെന്റ് ഇപ്പോഴും പാതി വഴിയിലാണ്. ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിന് അത് ഉപയോഗിക്കായിരുന്നു.
അതിലൊരു വീഡിയോ പോലും ഒരാൾ കണ്ടില്ല, ഒരു ഫോട്ടോ പോലും കണ്ടില്ല. അവിടെ നോ എൻട്രി ആണ്. അതെ അതെ, ക്യാമറകൾക്ക് നോ എൻട്രി എന്നാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഈ ചെറിയ ചെറിയ ബ്ലോഗേഴ്സിനൊന്നും കണ്ട് കയറാൻ വയ്യ. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന്, അതായത് ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവിടെ സന്ദർശിക്കുന്നത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് അത് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ ഇലക്ഷന് മുമ്പാണ് ചെയ്യുന്നത്. കുഞ്ഞാൽ സാഹിബ് ഒക്കെ ചെയ്ത വലിയൊരു കാര്യം അവരുടെ ഒരു സതുദ്ദേശത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക്, അതിൽ വീടുകളിലെന്ന് മാത്രമല്ല, അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ആദ്യത്തെ സെക്കൻഡ് മുതൽ നമ്മൾ സജീവമായി എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് ഗാർഡിന്റെ ഇടപെടലുകൾ, അതിന്റെ ഭക്ഷണം മുടക്കാനുള്ള ശ്രമം ആദ്യം നടക്കുന്നു. അതിനുശേഷം ഉണ്ടായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ 15,000 രൂപ വീതം ഈ 691 കുടുംബങ്ങൾക്ക് കൊടുത്തു, ഗവൺമെന്റ് ലിസ്റ്റിലുള്ള കുടുംബങ്ങൾക്ക്. അതുപോലെ തന്നെ 57 വ്യാപാരികൾക്ക് 50,000 രൂപ കൊടുത്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ, ജീപ്പുകൾ, സ്കൂട്ടറുകൾ, പിന്നെ കഴിഞ്ഞ റമദാനിലാണ് ഭക്ഷ്യക്കിറ്റുകൾ കൊടുത്തത്. ഇതൊക്കെ ഈ 38 കോടിയിൽ നിന്നാണ് മനസ്സിലാക്കണം. ആ പൈസയിൽ തന്നെയാണ് നമ്മൾ സ്ഥലം വാങ്ങുന്നത്. ഭൂമി വാങ്ങാനും നല്ല സ്പെൻഡ് ചെയ്തു. കാരണം എല്ലാം ലീഗലായിട്ട് ചെയ്തു. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വിലയുള്ള സ്ഥലം, കണ്ണായ സ്ഥലം, അത് ആർക്കും അഭിമാനത്തോടു കൂടെ അവിടെ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലം, അത് ലീഗലായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ബാധ്യതകൾ വന്നു. അവിടെ തന്നെ അതേ പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇനി വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ പരിമിതമായ ഫണ്ടും വലിയൊരു ബാധ്യതയാണ് മുസ്ലിം ലീഗിന്റെ മുമ്പിലുള്ളത്. എന്നാൽ ഭീമമായൊരു സംഖ്യ കയ്യിലുണ്ടായിട്ട് പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ, അതല്ലെങ്കിൽ അവർക്ക് വാടക കൊടുക്കാൻ, വാടക കിട്ടാതെ സമരം ചെയ്യേണ്ടി വന്നു അവിടുത്തെ ഇരകൾക്ക്. ആയിരക്കണക്കിന് കോടി രൂപ കയ്യിലുണ്ടായിട്ട്. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. തീർച്ചയായും, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് തന്നെ അവരെടുക്കും. പക്ഷേ 1 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും സർക്കാരിന് ഒരു വീട് പോലും കൃത്യമായിട്ട് കൈമാറാനോ അതല്ലെങ്കിൽ അതിൻ്റെ പുനരധിവാസം കൃത്യമായിട്ട് നടപ്പിലാക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് എല്ലാ സജ്ജീകരണങ്ങളും സമ്പത്തും കൈവശമുണ്ടായിട്ടുള്ള ഒരു സർക്കാർ. ആ സർക്കാരാണ് സ്വന്തമായി ULCC വരെയുണ്ട്. അതെ, ആ സർക്കാരാണ് ഇതൊന്നുമില്ലാത്ത ഒരു പാർട്ടിക്കെതിരെ ഈ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെടലുകൾ നടത്തി അതിനെ മുടക്കാൻ നോക്കുന്നു. ഇനിയിപ്പോൾ അതിലെ കുറ്റങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കുകയാണ്, ഇതിലെന്തൊക്കെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പിന്നെ ആരോ പണ്ട് പറഞ്ഞ പോലെ ആണി തൂക്കാൻ, അല്ല മറ്റേ കലണ്ടർ തൂക്കാനുള്ള ആണി ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ, വീടുണ്ടാക്കി പക്ഷെ ആണി വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്രൗഡ് ഫണ്ടിങ് മുതൽ അതിൻ്റെ 1-ാം തീയതി മുതലുള്ള എല്ലാ വർക്കുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സുതാര്യമായിട്ടുമാണ്. ഇപ്പോൾ ആപ്പ് വഴി പിരിച്ചു, ആപ്പ് വഴി തന്നെ അതിൻ്റെ ചെലവുകൾ കാണിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത്രയും സുതാര്യമായിട്ട്. ഇപ്പോൾ ഇതിൽ കെട്ടി ജലീൽ പല സാധനങ്ങൾ പുറത്തേക്ക് ഇടുന്നുണ്ട്, എന്തോ കണ്ടെത്തി എന്നുള്ള രൂപത്തിൽ. ഈ കണ്ടെത്തലുകളൊക്കെ ആപ്പിൽ വളരെയധികം സുതാര്യമായിട്ടുള്ള സാധനങ്ങൾ, ആപ്പിൽ പബ്ലിഷ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ വില ഉൾപ്പെടെയുള്ള അതിന് ടാക്സ് എത്ര കൊടുത്തു, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്. സുതാര്യമായിട്ടുള്ളൊരു ഫണ്ട് കളക്ഷൻ നടത്തി സുതാര്യമായി അതിൻ്റെ ചെലവുകൾ അവതരിപ്പിക്കുന്നു. വളരെ സുതാര്യമായിട്ട് തന്നെ അത് ഈ സാധുക്കൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിശ്വാസം.